നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണിമംഗലത്തെ എല്ലാം നശിച്ചാലും അച്ഛൻ പിടിച്ചു നിൽക്കുന്നത് മുത്തശ്ശിയുടെ ധൈര്യത്തിലാ. ഇവരിറങ്ങി പോവാന്ന് പറഞ്ഞാ അതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു കാര്യവും ഇല്ല. ഭാര്യയും ഭർത്താവുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ള നല്ല കുടുംബങ്ങളൊക്കെ വരുന്ന സ്ഥലമല്ലേ ഇത്? കുറച്ച് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞുപോയി. അവരതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറി. കൽപ്പന ഇതുവരെ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? എന്തു പറ്റിയവർക്ക്? ഒന്നുമില്ല പത്മിനി. ചിലപ്പോ നമ്മളീ ചിലര് കണിമംഗലത്തേക്ക് തിരിച്ചു പോകണ്ടെന്ന് അവര് തീരുമാനിക്കും. നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല. വരണം പ്രിയങ്കയുമായി ഇത്രമാത്രം അകൽച്ചയുണ്ടെങ്കില് എന്നെ കൊണ്ടിനി ആർക്ക് ശല്യം ഉണ്ടാവില്ല. നമുക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അല്ലേ കൽപ്പന? കണിമംഗലത്തെ എല്ലാം നശിച്ചാലും അച്ഛൻ പിടിച്ചു നിൽക്കുന്നത് മുത്തശ്ശിയുടെ ധൈര്യത്തിലാ. ഇവരിറങ്ങി പോവാന്ന് പറഞ്ഞാ അതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു കാര്യവും ഇല്ല. നമസ്കാരം സാർ. സുഖാണോ? സുഖാണ് സാർ. പരമേശ്വരൻ സാർ ഇപ്പൊ കൂടി വിളിച്ചതേ ഉള്ളൂ. സാറും ഭാര്യയും എത്തിയോന്ന് ചോദിച്ചോണ്ട്. കുറച്ചു മുമ്പേ എത്തേണ്ടതായിരുന്നു. ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോ അത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ. സാർ എപ്പോ ഇവിടെ താമസിക്കാൻ വന്നാലും ക്യാമറ ആയിട്ടുള്ള ചുറ്റിക്കറക്കാണല്ലോ. സാർ മേഡം എന്താ ഇറങ്ങാത്തെ? ആ ബാഗ് എടുക്കാം. അതെ, നമ്മുടെ റിസോർട്ടാ. ആ നിൽക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികളാ. മനസ്സിലായി. നമ്മൾ തമ്മിലുള്ള തർക്കം അവരറിയാൻ പാടില്ല, അതല്ലേ? ഞാൻ അഭിനയിക്കാം. അഭിനയം തൊഴിലാക്കാൻ ആഗ്രഹിക്കുന്നവളാ ഞാൻ. സോ അഭിനയിക്കുന്നതിന് കൂലി കിട്ടണം. ചിലപ്പോ ഞാൻ ദിവസക്കൂലി ചോദിക്കും, അല്ലെങ്കിൽ മണിക്കൂറിനും ചോദിക്കും. അതെ, ദൂരയാത്ര ആയതുകൊണ്ട് പ്രിയങ്കയ്ക്ക് ചെറിയൊരു തലവേദന. ഞങ്ങളൊരു മസാല കാപ്പി ഇട്ട് തരാം. അതും കുടിച്ച് ഒരു 10-15 മിനിറ്റ് കിടന്നാ മതി. എല്ലാം ഉഷാറാവും. താങ്ക് യു. നിങ്ങളുടെ രണ്ടുപേരുടെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാനിവിടെ അടുത്താ മാഡം. ഇയാള് കുറച്ച് ദൂരെ. അതെ മാഡം. ശരി സാർ, മാഡം നന്നായിട്ട് തന്നെ പെരുമാറുന്നുണ്ടല്ലോ എല്ലാരോടും. വാ. ഇപ്പൊ തുറക്കാം മാഡം. സെക്യൂരിറ്റിക്കാരോട് എന്താ നന്നായിട്ട് പെരുമാറാൻ തീരുമാനിച്ചത്? ഞാനെന്തിനാ അവരുടെ മുന്നിൽ മോശമാവുന്നത്? അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള വിദ്യയൊക്കെ എനിക്കും അറിയാം. ഓ,
എന്തിനാ പ്രമാണമൊക്കെ? തൽക്കാലത്തേക്ക് കുറച്ച് പണം കണ്ടെത്തിയല്ലേ പറ്റൂ. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമായ അന്നേരം ഓടാൻ പറ്റില്ലല്ലോ. കാര്യം ശരിയാണ്, കണിമംഗലത്ത് ശക്തരായ ബന്ധുക്കളുണ്ട്. പക്ഷേ കടം ചോദിക്കുന്നത് നാണക്കേടല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. തൽക്കാലം എല്ലാം തീരുമാനമാകുന്നത് വരെ വരുണൊന്നും അറിയരുത്. അതെന്താടോ? വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് വരുൺ സാമ്പത്തികമായി സഹായിക്കാൻ ശ്രമിക്കും. അവിടെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഞാൻ പോയി നമ്മുടെ കൈമണ്ണൊന്നും കാണട്ടെ. അയാളാകുമ്പോ പലിശയിൽ ഇത്തിരി കുറവുണ്ടാവും. പിടിവാശിക്കാരനുമല്ല. എന്താ ചെയ്യാൻ പറ്റുന്ന അയാൾ തന്നെ പറയട്ടെ. അച്ഛാ, എന്താ മോളെ? എനിക്ക് വേണ്ടി ഒന്നും പണയപ്പെടുത്തണ്ട. എനിക്ക് വിവാഹം കഴിക്കണമെന്നുമില്ല, എനിക്കിവിടുന്ന് പോണമെന്നുമില്ല. അച്ഛന്റെ പ്രാരാബ്ദങ്ങള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ മോളാ. അപ്പൊ പിന്നെ നീ ഇത് പറയുന്നതിൽ അച്ഛൻ അത്ഭുതമില്ല. പക്ഷേ അച്ഛന്റെ കടമ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ തൽക്കാലം കൈമളുടെ കയ്യിലൊന്ന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അധികം വൈകാതെ അച്ഛനെ തിരിച്ചെടുക്കും. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണോന്ന് അച്ഛൻ അറിയാൻ കുട്ടി. വെറുതെ തടസ്സം പറയണ്ട. അച്ഛൻ പോയി വരട്ടെ. പണത്തിന്റെ കാര്യത്തില് അച്ഛന് ചെറിയ വേവലാതിയുണ്ട്. പക്ഷേ എന്നെ മോക്ക് വന്നിരിക്കുന്ന മഹാഭാഗ്യം ആലോചിക്കുമ്പോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ അച്ഛൻ. അച്ഛൻ പോയിട്ട് വരാം മോളെ. അച്ഛാ, ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം മുടക്കാനാണോ? നമ്മുടെ ഇടയില് അച്ഛൻ അറിയാത്തൊരു കാര്യമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നീറ്റുന്നതാ. അതിന് ഇതേ ഒരു പരിഹാരമായിട്ടുള്ളൂ. ഇതോടെ പ്രിയങ്കയുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. നീയും രക്ഷപ്പെടും. മറിച്ചൊന്നും ചിന്തിക്കരുത്, വേറെ ഒന്നിനെ ശ്രമിക്കരുത്. പ്രിയങ്കയുടെ വിവാഹം തടസ്സപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛൻ വീണു പോകുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.